ആകെ പ്രശ്നത്തിലാണ് ഷെന്നികം. പിള്ളേരെ വെച്ച് കീറുന്നുണ്ട്. ഉണ്ണിമൂന്നിനെ കളിയാക്കി ഉടനെ പിള്ളേരെ ഇട്ട് ഒരു 4-5 ദിവസമായിട്ട് സൈബർ ആക്രമണം. ഉടനെ അവരെ വിളിക്കും ഇവരൊക്കെ സംഘികളാണ് ഉണ്ണിമൂന്നിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട്. അതിപ്പോൾ സംഘിയോ മങ്കിയോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഉണ്ണിമൂന്നൻ ഫാൻസ് ഇന്ത്യ അപ്പോൾ അതിനെ കളിയാക്കി ഉംഫി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്പി എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിൽ സാധാരണ പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ് ഉമ്പി എന്നും പറഞ്ഞുകൊണ്ട്. ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ നമ്മളിൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യാറില്ല എന്ന് വേണേൽ പറയാം. ഇവർക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇവർ പിന്നെ ഭയങ്കര കൂളാണല്ലോ, ഇങ്ങനെ കാശിങ്ങനെ മറിയല്ലേ. അപ്പോൾ അത് വെച്ച് കളിയാക്കി ഉണ്ണിമൂന്നിനെ കളിയാക്കിയതിന് നല്ലപോലെ കിട്ടി എന്താണേലും. എന്താ പാടേ ഷെന്നികാമേ, എന്താടേ ഇത്? ആദ്യം തെറ്റ് കാണിച്ച ഇയാളാ ഉംഫി എന്ന് പറഞ്ഞ ആരാ? അസൂയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. നിൻ്റെ അപ്പന് കുറേ അസൂയ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് രക്ഷപ്പെടാതെ പോയെന്നൊക്കെ പണ്ടത്തെ മിമിക്രിക്കാർ പറയാറുണ്ട്. പക്ഷെ അത് പോട്ടെ, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമാവും. എന്താണ് ഇത്? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഉംഫി അവരിപ്പോൾ സ്നിഫ് ഉടനെ ഇവനിപ്പോൾ പറയാനൊന്നുമില്ല. അപ്പോൾ ഉടനെ സുഡാപ്പി ഫ്രം ഇന്ത്യ. ഇയാൾ സുഡാപ്പിയാ? ഇയാൾ സുട്ടാപ്പിയാണ്. ഉണ്ണിമുകുന്ദൻ്റെ ഗ്രോത്ത് കണ്ടിട്ട് ആശാന് ആകെ സഹിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരാണ് ഈ ഉംഫി എന്നുള്ള വാക്ക് ആദ്യം എടുത്തിട്ടത്? എന്തിനാ? പിന്നെ ഇപ്പോൾ മറ്റേ റഫയെ കൂട്ടുപിടിച്ചു. റഫ എന്ന് പറയുമ്പോൾ അതിലൊരു മുസ്ലിം ടച്ച് ഉണ്ടല്ലോ. ഉടനെ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അവനെ സുഡാപ്പി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉടനെ പുള്ളി സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സുഡാനി ഫ്രം നൈജീരിയ അതിനെ കോപ്പി ചെയ്തിട്ട് സുഡാപ്പി ഫ്രം ഇന്ത്യ. സുഡാപ്പി എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം, ഈ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒരുപാട് റാഡിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ഈ ടെററിസ്റ്റ് രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരെ വിളിക്കുന്നതാണ് ഈ സുഡാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ സുഡാപ്പി എന്നുള്ള വാക്ക് വല്ല കാര്യമുണ്ടോ? ഇവനിപ്പോൾ ഇതെടുത്തിട്ട് ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവനൊരു ക്രിസ്ത്യനാണ്. ഇവൻ എന്തിനാ ഇപ്പോൾ മുസ്ലിംസിനെ കൂട്ടുപിടിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവനെ മുസ്ലിമായിട്ട് ആരെങ്കിലും റാഡിക്കലായിട്ട് ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല എന്ന് അതിനെ ഇഗ്നോർ ചെയ്യുക. അതല്ല, പുള്ളി ഉടനെ അതിനെ ഏറ്റുപിടിച്ചു. പുള്ളിക്കെതിരെയുള്ള അലിഗേഷനൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. പുള്ളി കാശ് തലയ്ക്ക് പിടിച്ചു. കാശ് എല്ലിൻ്റെ ഇടയിൽ കയറി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി മറ്റേ ഷൂട്ടിങ്ങിനൊന്നും വരത്തില്ല. ഇവനും അമ്മ ഇടയ്ക്ക് ബാൻ ചെയ്തൊക്കെയാണല്ലോ. അമ്മ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇവന്മാരെ ഒരു കൊട്ട് കൊടുത്താൽ ഈ പിള്ളേർ ശരിയാവത്തുള്ളൂ. ഇവനൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഓരോന്നൊക്കെ പറയും. അതൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടുമാണ്. പക്ഷേ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറയുന്നത് തെറ്റല്ലേ? ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഇവനെ എന്താ ചെയ്തത്? എന്തെങ്കിലും പേഴ്സണലായിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ആ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളെ ഇവിടെ വലിച്ചഴക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഉംഫി എന്നും പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞ് അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അത് മാറുമോ? എന്തിനാ ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു അലാതി ഇവൻ്റെ ഒരു ഫോൺ കോള് നമ്മൾ ലീക്ക് ചെയ്ത് കേട്ടതാണ്. അതായത് പ്രൊഡ്യൂസർ വിളിച്ചിട്ട് ഇങ്ങനെ തിണ്ടുകയാണ്. ഇപ്പോൾ പ്രൊഡ്യൂസർ, എന്താ മോനെ ഇത്, ഒന്ന് ചെയ്തുകൂടെ, ഒന്ന് വന്നുകൂടെ എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ അങ്ങനെയല്ലേ, എനിക്ക് ഇമോഷനില്ലേ, എനിക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ, എനിക്കങ്ങനല്ലേ എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പേഴ്സണലായിട്ട് എന്താ സംഭവിച്ചതെന്നറിയില്ല. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സാധാരണയായിട്ട് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ഈ വാക്ക് അവിടെ തോന്നിയതാണെന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒന്നാണ്. നേരത്തെ ഇവർ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ കൂടെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള കുണ്ടന്മാരുണ്ടാവും. ഇവന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ തമാശകളൊക്കെ പൊട്ടിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിങ്ങനെ മൈൻഡിൽ കയറ്റിയിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ വന്നിട്ട് അത് പറയുകയാണ്. അതാണ് ചെയ്തത് പുള്ളി. പക്ഷേ വളിപ്പായി പോയി, ആശാൻ പെട്ടു അവസാനം.